ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛാ മോളെ, അച്ഛാ, ഇതേക്കുറിച്ചൊന്നും അച്ഛൻ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. പറയണമെന്ന് പലവട്ടം ഓർത്തതാ, പക്ഷേ സാധിച്ചില്ല മോളെ. സംസാരിക്കാൻ വാക്കുകൾ കിട്ടാത്ത അവസ്ഥയിലാണ് ഞാൻ. എന്റെ അമ്മയെക്കുറിച്ച് ഇന്നും എപ്പോഴും എനിക്ക് അഭിമാനമുള്ളത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ സർപ്രൈസ് ആയിരുന്നു ഇന്നത്തെ ഈ ദിവസം. ഞാൻ സ്നേഹിച്ച് കൊതിതീരെ മുന്നേ നഷ്ടപ്പെട്ടതാ എനിക്കെന്റെ അമ്മയെ. ഞാൻ അറിയാത്ത പല നല്ല കാര്യങ്ങളും എന്റെ അമ്മ ചെയ്തിരുന്നു എന്നറിയുമ്പോ ഉള്ളിൽ നിറയുന്ന സന്തോഷത്തിനും അതിരുകളില്ല. ഇങ്ങനൊരു നല്ല ദിവസം എന്റെ അമ്മയുടെ ജന്മദിനത്തിൽ തന്നെ നൽകിയതിന് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഇവിടെ വന്നത് മുതല് സ്വപ്നം കാണുന്ന പോലെ എനിക്ക് തോന്നുന്നേ. ഒന്നും വിശ്വസിക്കാനാവുന്നില്ല. അത് ശരിയാ മോളെ. ജയശ്രീ ശരിക്കും ഒരു അത്ഭുതം തന്നെയായിരുന്നു. ദുർഗയെ പോലെ തന്നെ എനിക്കും ഇവിടെ വന്നപ്പോ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വന്നൊരു ഫീലാ. ഇനിയും ചില സർപ്രൈസുകൾ നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഭക്ഷണം കഴിക്കാൻ വരൂ. ഏതായാലും നിങ്ങൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച് പിരിയാൻ സാധിക്കുന്നത് എന്റെ ഭാഗ്യം. അങ്ങനെ വേണം കരുതാൻ. അല്ല, ഇതൊക്കെ എനിക്ക് ഈശ്വരൻ തന്ന അനുഗ്രഹമായ ഞാൻ കരുതുന്നേ. സത്യത്തില് ഇവിടെ നിൽക്കുമ്പോ എന്റെ അമ്മയുടെ പ്രസൻസ് എനിക്കറിയാൻ പറ്റുന്നുണ്ട്. അതേ മോളെ, എനിക്ക് ഉറപ്പാ ജയശ്രീയുടെ ആത്മാവ് ഇപ്പൊ നമുക്കൊപ്പം ഇവിടെ തന്നെ ഉണ്ട്. മോൾ ഇവിടെ വന്നതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നതും ജയശ്രീ തന്നെയായിരിക്കും. വരൂ, ഇവിടെയുള്ള അന്തേവാസികൾക്കൊപ്പം നിങ്ങളും കൂടി ഭക്ഷണം കഴിച്ചാൽ അത് അവർക്ക് വലിയ സന്തോഷാവും. അതിനെന്താ, ഞങ്ങൾക്ക് സന്തോഷേ ഉള്ളൂ. വരൂ, നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോവാം. ദേ, അച്ഛൻ. അതെ, അല്ല അത് ദേവരാജനങ്ങളല്ലേ? അതെ, ഒരു സംശയവും വേണ്ട, അത് ദേവരാജൻ സാറ് തന്നെയാ. ജയശ്രീ മാഡത്തിന്റെ മരണശേഷം ഇവിടുത്തെ കാര്യങ്ങളിൽ സാറിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളെല്ലാം അദ്ദേഹം ചെയ്യാറുണ്ട്. നന്നായിട്ട് കഴിക്കേ അച്ഛാ. മോളെ. അച്ഛാ, ഇതേക്കുറിച്ചൊന്നും അച്ഛൻ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. പറയണമെന്ന് പലവട്ടം ഓർത്തതാ, പക്ഷേ സാധിച്ചില്ല മോളെ. നിന്റെ അമ്മ സ്വന്തം വീട് പോലെ തന്നെ കണ്ട് സ്നേഹിച്ച സ്ഥലം ഇത്. ഇവിടത്തേക്ക് എന്തെങ്കിലും ചെയ്യുന്നത് തന്നെയാണ് നിന്റെ അമ്മയുടെ ആത്മാവിന് ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് എന്നുറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാ ജയശ്രീക്ക് വേണ്ടി എന്നാൽ കഴിയും വിധം ഞാൻ ഓരോ കാര്യങ്ങൾ ഇവിടെ ചെയ്തത്. ഏതായാലും ഈ നല്ല ദിവസം തന്നെ ദുർഗ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയല്ലോ. നന്നായി. ഇവിടെയുള്ള ഓരോരുത്തരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എന്റെ മോൾക്കുണ്ടാവും, അതുറപ്പാ. എന്താ ദുർഗ ഇത് കരയേണ്ട സമയമല്ല, സന്തോഷിക്കേണ്ട ദിവസമാ. അതെ, എല്ലാരും വരൂ, നമുക്ക് ഭക്ഷണം കഴിക്കാം. വാ മോളെ, വരൂ, വാ.
ഭക്ഷണമൊക്കെ ഇഷ്ടായോ? ഉം. ചെറിയൊരു സൗകര്യത്തിൽ ചെയ്തതാ. കുറവുകളൊക്കെ ഉണ്ട്. അതൊക്കെ ക്ഷമിച്ച് സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു പോണം. ശരി. ആ, അശ്വതിയുടെ വീടല്ലേ? അതെ. ഞങ്ങൾ പൂർണിമ മാഡം പറഞ്ഞിട്ട് വരുന്നതാ. ആ, മനസ്സിലായി. ഡ്രസ്സിന്റെ ആൾക്കാരല്ലേ? അതെ. ഞാൻ എല്ലാരെയും വിളിക്കാം. വാ, അകത്തേക്ക് വാ. നിങ്ങൾ ഇരിക്കും. അഷി, അഞ്ജനെ, ഒന്നിങ്ങ് വന്നേ. വരുന്നു. ദേ, പൂർണിമ പറഞ്ഞു വിട്ട ഡിസൈനേഴ്സാ. നോക്ക്. ഇതാണ് മാഡം. എന്താ അവിടെ? പൂർണിമ അയച്ചതാ ഇവരെ. നിശ്ചയത്തിന് കല്യാണത്തിന് ഇടാനുള്ള ഡ്രസ്സൊക്കെ ഇവര് ഡിസൈൻ ചെയ്തു തരും. അത് കൊള്ളാലോ. മുത്തശ്ശിക്ക് നമുക്കൊരു ലെഹങ്ക ഡിസൈൻ ചെയ്ത് കൊടുത്താലോ? പോടാ അവിടെ. നിങ്ങൾ വാ. ഓക്കെ. അതെല്ലാം നോട്ട് ചെയ്തോ? ഓക്കെ. ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ? ഇല്ല, ആരുമില്ല. അപ്പൊ ദുർഗി ദേവരാജനോ? അവരിവിടെ ഇല്ലല്ലോ. ദുർഗ അവൾക്കുള്ളതൊക്കെ ഇട്ടോളും. ഓഹോ. ദേവേട്ടിന് ഞാൻ പുതിയ ഷർട്ട് എടുത്തു കൊടുത്തോളാം. ഇനി അവർക്ക് വേണ്ടി ഇവരെ ബുദ്ധിമുട്ടിക്കൊന്നും വേണ്ട. സാരമില്ല മാഡം, ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല. ഇവിടെയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഡിസൈനിലുള്ള ഡ്രസ്സ് കൊടുക്കാൻ പൂർണിമ മാഡം പ്രത്യേകം പറഞ്ഞിരുന്നു. പിന്നെ ഇത് ഞങ്ങളുടെ ജോലിയാണ്. എത്ര പ്രാവശ്യം വരാനും ഡ്രസ്സ് റെഡിയാക്കി തരാനും ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ദുർഗയ്ക്ക് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നതിൽ ഇവിടെയുള്ള പലർക്കും ആ ബുദ്ധിമുട്ട്. ദുർഗ ഇന്നല്ലേ ആദ്യമായി ഇവിടെ വരുന്നത്? അതെ. പക്ഷേ ഞാൻ അങ്ങനെയല്ല. എന്റെ അമ്മയ്ക്കൊപ്പം കുറെ നാൾ ഞാനിവിടെ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങളിവിടെ കൊണ്ടുവന്ന പോലീസുകാരിയായ ആന്റി ദുർഗയുടെ അമ്മയായിരുന്നുവെന്ന് ഇന്നാ ഞാൻ അറിയുന്നത്.